തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് നിയമസഭ പിടിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു മുഴം മുന്നേ സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും ഒക്കെ കടക്കാനാണ് തീരുമാനം. 10 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തുക മാത്രമാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമര പരമ്പരകളിലൂടെ ലക്ഷ്യമിടുന്നതും രാഷ്ട്രീയ പ്രചാരണമാണ്. 100 സീറ്റ് വരെ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ലക്ഷ്യ 2026 ലക്ഷ്യം കാണുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലക്ഷ്യം കാണുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ആൽവിൻ തോമസ് പറഞ്ഞുതരും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും അവിടെ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം ഒക്കെയും ലൈവായിട്ട് കേൾക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്ത ആളാണ് നമ്മുടെ ഈ ആൽവിൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ 100 സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്, വലിയ ഒരു നമ്പറാണ്, വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് UDF പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ലക്ഷ്യ 2026 അതിനി ഫലം കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആത്മവിശ്വാസം ഓക്കെ, പക്ഷേ ഈ ആത്മവിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതിന് മുൻപേ VD സതീശൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഈ മറ്റ് ഉപതിരഞ്ഞെടുപ്പ് വിജയങ്ങളടക്കം കോൺഗ്രസ് നൽകിയൊരു ആത്മവിശ്വാസം അത് ഒട്ടും ചെറുതല്ല. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പാളയം. 2 ദിവസത്തെ ക്യാമ്പിന് ശേഷം അവർ പുറത്തേക്ക് പോകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളൊക്കെയും ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി 2 ക്യാമ്പുകൾ ഇതേപോലെ സ്ഥലത്ത് തന്നെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ തന്നെ 2 ക്യാമ്പുകളാണ് നടത്തിയത്. ആ ക്യാമ്പുകളുടെ ഔട്ട്കം എന്ന് പറയുന്നത് 2ഇടത്തും മിന്നും വിജയമായിരുന്നു. അത് ഈ 3ാം തവണയും ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസമായി അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളിലേക്കും പരിപാടികളിലേക്കും പ്രചാരണങ്ങളിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേതാക്കളൊക്കെയും ഒറ്റക്കെട്ടായി പോകുന്ന അപൂർവമായ കോൺഗ്രസിലെ ചില കാഴ്ചകളും നമ്മളിപ്പോൾ കാണുകയാണ്. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, ഭിന്നതകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിലെ ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ ദിവസം ക്യാമ്പ് തുടങ്ങുന്നതിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ CBIക്ക് വിടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം, CBIക്ക് വിടുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെയായി വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം മറ്റ് നേതാക്കൾ, കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും VD സതീശന് പിന്നിൽ അണിനിരക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള മുഴുവൻ മുതിർന്ന നേതാക്കളും, KPCC പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഉടൻ തന്നെ സതീശനെ പ്രതിരോധം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ സതീശന് പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് ആ സംഭവത്തെ, ആ വിഷയത്തെ വെട്ടിക്കളയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഒന്നുമല്ല, അത് കേരളത്തിലെ ജനം മനസ്സിലാക്കുമെന്ന തരത്തിലേക്ക് അവർ പറയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതൊക്കെ വളരെ അപൂർവമായ കാഴ്ചയാണ്. മുഴുവൻ നേതാക്കളും ഒരു നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയാണ്. അത്തരം കാഴ്ചകൾ, അപൂർവ കാഴ്ചകൾ കൂടി ഈ ദിവസങ്ങളിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് പറയേണ്ടത് ശശി തരൂരിൻ്റെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ക്യാമ്പിലെ സജീവ സാന്നിധ്യമായി ശശി തരൂർ ഉണ്ടായിരുന്നു. 2 ദിവസവും മുഴുവൻ നേരവും ശശി തരൂർ ക്യാമ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് വരികയും അവരവിടെ 2 ദിവസത്തെ ക്യാമ്പിൽ മുഴുവൻ നേരവും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേതാക്കളുടെ ഒരു കൂട്ടായ്മ സ്വാഭാവികമായും കോൺഗ്രസിന് ഇപ്പോഴുണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പിന്നീട് അവരുടെ പദ്ധതികളിലേക്ക് അവർ കടക്കുകയാണ്. ഈ വരുന്ന 2-3 മാസക്കാലത്തേക്കുള്ള പ്രചാരണ പരിപാടികൾ, സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും നടത്തേണ്ട പല പ്രചാരണ പരിപാടികൾ, പല സമര പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. അതിനായി ഒരു കലണ്ടർ തന്നെ ഫിക്സ് ചെയ്തിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അട്ടിമറിക്കലുമായി ബന്ധപ്പെട്ടുള്ള വലിയ സമരത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം രാപ്പകൽ സമരത്തിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സമര പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യണം. അത് താഴെത്തട്ടിൽ തന്നെ, ജില്ലാ തലത്തിൽ തന്നെ ആ സമരങ്ങൾക്ക് ജില്ലാ നേതൃത്വവും നൽകുമെന്നുള്ളതാണ് അവരുടെ ഒരു നിർദ്ദേശവും അവരുടെ തീരുമാനവുമായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ഈ ആൽവിൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടത് ഈ ശശി തരൂരിന്റെ സാന്നിധ്യവും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെയാണ്.